അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മുടെ മദ്രസകളൊക്കെ അവധി കഴിഞ്ഞ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. മദ്രസകൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ നാം ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിയുള്ളവരാക്കി തീർക്കാൻ കഴിയും. അതിന് പ്രിയപ്പെട്ട രക്ഷിതാക്കളും മക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യേണ്ട, രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് നിങ്ങളൊരു അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ആമീൻ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട രക്ഷിതാക്കളും മക്കളും ശ്രദ്ധിക്കേണ്ട, അവരുടെ ജീവിതത്തിൽ അവർ പകർത്തേണ്ട 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് അത് അവരുടെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഒന്നാമതായി നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ട രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, മദ്രസയിലേക്ക് ഒരു കുഞ്ഞിനെ പറഞ്ഞയക്കുന്ന സമയത്ത് രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് സുബ്ഹിയൊക്കെ നിസ്കരിപ്പിച്ച് അവരെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരു പൂർണ്ണമായിരിക്കുന്ന വുളൂഓടുകൂടി നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മുടെ മക്കൾ മദ്രസയിൽ പോയിട്ട് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമായിരിക്കുന്ന ഖുർആനു ഷരീഫാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് വുളൂ ആവശ്യമില്ല എങ്കിലും നാം വുളൂ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരെ കൊണ്ട് അലം നശ്റഹ് ലക സ്വദറക് എന്നുള്ള സൂറത്ത് ഓതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് അത് ഓതിക്കൊടുക്കുക. സൂറത്തു ശറഹ് ഓതിയാൽ കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, മദ്രസയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അവരുടെ വലത് കൈയിനെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് സൂറത്തു ശറഹ് അലം നശ്റഹ് ലക സ്വദറക് എന്നുള്ള സൂറത്ത് ഒരു 3 തവണയെങ്കിലും ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഊതിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മന്ത്രിച്ചു കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. വലിയ കുട്ടികൾ അവരെ കൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യിപ്പിക്കുക. കുട്ടികൾക്ക് നല്ല പഠനത്തിൽ നല്ല ഓർമ്മശക്തി ലഭിക്കാൻ, പഠിച്ചത് അവർക്ക് പെട്ടെന്ന് തന്നെ അവർ പഠിക്കുന്നത് മനഃപ്പാഠമാകാൻ ഏറ്റവും നല്ല സമയം ഇശാ മഗ്‌രിബിനിടയിലുള്ള പഠനവും അതുപോലെ തന്നെ പുലർച്ചെ സമയത്തുള്ള പഠനവുമാണ്. ഈ സമയം നമ്മുടെ കുട്ടികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ മക്കളെ കൊണ്ട് മദ്രസയിലെയും സ്കൂളിലെയും ഒക്കെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിൽ മടി വരികയാണെങ്കിൽ, ഇനി പഠിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പഠിക്കാൻ വളരെ മടിയാണ്, അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ ഒന്നൊരിക്കൽ കുട്ടികളെ കൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലിപ്പിക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾ ചൊല്ലിക്കൊടുക്കുക. യാ സലാമു യാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മാണ് യാ സലാം, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്ന് 131 തവണ ചൊല്ലിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. വലിയ കുട്ടികളെ കൊണ്ട് അവരെ കൊണ്ട് ചൊല്ലിച്ച് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ളതായിരിക്കുന്ന ആ മടി അവരിൽ നിന്ന് മാറിക്കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി പഠനത്തിൽ പ്രയാസമാണ്, അവർക്ക് പഠിക്കാൻ വളരെ പ്രയാസം, അതുപോലെ തന്നെ താല്പര്യക്കുറവ്,
ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്നും അവരുടെ മനസ്സിൽ നിൽക്കുന്നില്ല. ഇങ്ങനത്തെയൊക്കെ പ്രയാസമുള്ള ഒരുപാട് കുട്ടികളുണ്ടാകും. അങ്ങനെയൊക്കെ അവർക്ക് പ്രയാസം വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മായിരിക്കുന്ന യാ സമീഉ യാ ബസ്വീർ, യാ സമീഉ യാ ബസ്വീർ എന്ന ഇസ്മിനെ 100 തവണ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ വലിയ കുട്ടികൾ അവർക്ക് വേണ്ടി ചൊല്ലിയിട്ട് അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് അവർക്ക് കൊടുക്കുക. ഇങ്ങനെ നിത്യവും ചെയ്യുകയാണെങ്കിൽ അവർക്ക് പഠിപ്പിക്കുന്നത് അവർക്ക് നല്ലവണ്ണം മനസ്സിലാവുകയും അവർക്ക് പഠിക്കാൻ താല്പര്യം അധികമായി ഉണ്ടാവുകയും ചെയ്യും. ഈ കാര്യം രക്ഷിതാക്കളും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം. ഇനി പഠനത്തിൽ അശ്രദ്ധയാണ്, മറവി ഉള്ളവരാണ്, പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല, മറന്നു പോവുകയാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, നിസ്കാര ശേഷം കൃത്യമായി നിസ്കരിക്കണം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ. ആ നിസ്കാര ശേഷം യാ റഹ്മാനു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ, യാ റഹ്മാനു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ 100 തവണ ചൊല്ലുകയാണെങ്കിൽ അവരുടെ മറവി മാറിക്കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ കഴിയും. ഇനി പഠിക്കുന്നത് മറക്കാതിരിക്കാൻ, നാം പഠിച്ചു, ഇനി പഠിച്ചത് നമുക്ക് മറക്കാതിരിക്കണം. അതിന് കൂടുതൽ തവണ പാരായണം ചെയ്യുക. നമ്മുടെ നിത്യജീവിതത്തിൽ ആ ദിക്റുകളൊക്കെ നാം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ള ദിക്ർ പഠിച്ചു, എന്നാൽ ആ പഠിച്ച ദിക്റിനെ നാം ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് കൃത്യമായി നാം ചൊല്ലുകയാണെങ്കിൽ അതൊരിക്കലും പിന്നീട് മറന്നു പോവുകയില്ല. ഇനി പഠിച്ചത് ഒക്കെ മറന്നു പോകുന്നു, മനസ്സിൽ നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആ ആയത്ത്, അത് സൂറത്തുൽ അംബിയയിലെ 79-ാമത്തെ ആയത്താണ്. ആ ആയത്തിനെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പ് 10 തവണ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സ്വാലിഹ് ശിഹാബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നിങ്ങൾക്ക് പഠിക്കുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും അത് പിന്നീട് മറന്നു പോവാതിരിക്കുകയും ചെയ്യുമെന്ന് മഹാനവറുകൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും നല്ല വിജയം ലഭിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഇനി ബുദ്ധിശക്തി വർദ്ധിക്കാൻ, നമുക്കൊക്കെ നല്ല ബുദ്ധി വേണം. ബുദ്ധിശക്തി വർദ്ധിക്കാൻ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ നല്ല ബുദ്ധി വേണം. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള മക്കളാക്കി തീർക്കുമാറാകട്ടെ. ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഉറങ്ങാൻ നേരം, നമ്മൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വലത് കൈയിനെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് യാ ബാഇസു യാ അല്ലാഹ്, യാ ബാഇസു യാ അല്ലാഹ്, ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പറയണം. യാ ബാഇസു യാ അല്ലാഹ്, യാ ബാഇസു യാ അല്ലാഹ് എന്ന് 101 തവണ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ ആ കുട്ടിക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട, എപ്പോഴും നാം ചൊല്ലേണ്ട, പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ചൊല്ലേണ്ട ഒരു ദിക്റാണ്. നല്ല ഇൽമ് നമുക്കുണ്ടാവണം, നല്ല അറിവ് നമുക്കുണ്ടാവണം. ആ അറിവ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ചുരുങ്ങിയത് 150 തവണയെങ്കിലും നാം ചൊല്ലേണ്ട ദിക്റാണ് യാ അലീമു യാ അല്ലാഹ് എന്നുള്ള ദിക്ർ. യാ അലീമു യാ അല്ലാഹ് എന്നുള്ള ദിക്റിനെ നാം ഒരു ദിവസം 150 തവണയെങ്കിലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചൊല്ലണം. ചെറിയ വിദ്യാർത്ഥികളെ കൊണ്ട് മാതാപിതാക്കൾ ചൊല്ലിപ്പിക്കണം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല ഇൽമ് ലഭിക്കും. നാഫിആയ ഉപകാരപ്രദമായിരിക്കുന്ന ഇൽമ് നമ്മുടെ മക്കൾക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയൊക്കെ നല്ല ഇൽമ് ലഭിക്കുന്ന, ദുനിയാവും ആഖിറവും വിജയിക്കുന്ന മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉഖ്റവിയായ മുഅല്ലിമീങ്ങളിൽ അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മക്കൾ കാരണമായി ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്നതിനെ തൊട്ട് അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും കാക്കുമാറാകട്ടെ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.